ശരാശരി +2 പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, അവരെ ഇന്ന് ഏറ്റവും കൂടുതലും വലയ്ക്കുന്നതും ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്നതും BSc നേഴ്സിംഗ് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ്. എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, കിട്ടുമോ, അല്ലെ കിട്ടാൻ എന്താണ് വഴി, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരുപാട് സംശയങ്ങളും ഒരുപാട് പേര് എന്നെ വിളിച്ചും അല്ലെങ്കിൽ കാണാൻ വരുമ്പോഴും ഒക്കെ ഈ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് ഇതാണ്: BSc നേഴ്സിംഗ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കേരളത്തിനകത്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ചാൻസ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ എങ്ങനെ ഉറപ്പുവരുത്തും, ഇതിനകത്തിലെ റിസ്കുകൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ പറയുന്നു, ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ വീഡിയോയും മറ്റു വീഡിയോകളും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക. ഓക്കെ, സോ കേരളത്തിൽ BSc നേഴ്സിംഗ് കിട്ടാനുള്ള ചാൻസ്, അതിന് കേരളത്തിൽ BSc നേഴ്സിംഗിന് എത്ര സീറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? ടോട്ടല് 9821, 9421, അത്ര ആ ഒരു റേഞ്ച് സീറ്റാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ BSc നേഴ്സിംഗിനുള്ളത്. ഏകദേശം 2-3 ലക്ഷത്തോളം കുട്ടികളെ പഠിച്ചിറങ്ങുന്നുണ്ട് +2. അതില് ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 70% കുട്ടികളും എടുക്കുന്ന ചോയ്സ് ഈ കോഴ്സാണ്. അപ്പൊ 70% എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ 1 ലക്ഷത്തിൽ കൂടുതൽ ആപ്ലിക്കൻസ് ഈ കേസിന് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ 1 ലക്ഷത്തിൽ കൂടുതൽ ആപ്ലിക്കേഷൻ, ഈ 9000 ഇതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യും? എല്ലാ വർഷവും കുറച്ച് സീറ്റ് വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. പക്ഷേ എന്നാലൊന്നും പോസിബിൾ ആവുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എൻ്റർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര % മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതൊരു മെയിൻ കാര്യമാണ്. അപ്പോൾ അതിനകത്തൊരു കാറ്റഗറൈസേഷൻ ഉണ്ട്. നമുക്ക് ഈ സംവരണം പോലുള്ള ഒരു കാറ്റഗറൈസേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഏറ്റവും പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാൻ കുറച്ച് മാർക്കിന്റെ ഒരു ആനുകൂല്യം ഉള്ളത് SC/ST അല്ലെങ്കിൽ ആ ഒരു വിഭാഗം വരുന്ന ആൾക്കാർക്കാണ്. പിന്നെ OBC അല്ലെ OEC, അതിനുശേഷം മാത്രമേ ജനറൽ കാറ്റഗറി വരുള്ളൂ. അപ്പൊ ജനറൽ കാറ്റഗറിക്ക് ഒരു 96 ആ ഒരു റേഞ്ച് % ആണ് കഴിഞ്ഞ വർഷം വന്നത്. ഈ വർഷം LBS അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു 97 ആ ഒരു റേഞ്ച് ആയിരിക്കും വരുന്നത്. OBC OECക്കൊക്കെ അവസാനം സ്പോട്ട് അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 92-93 വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. CSTക്ക് ആണെങ്കിലും 90 എങ്കിലും വേണം, ആ ഒരു ലെവലിലോട്ടായിരിക്കും CSTയുടെ കേസ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു % വരുന്നത്. പിന്നെ നിങ്ങൾ LBS എന്താണെന്ന് അറിയാമല്ലോ, മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ, പാരാമെഡിക്കൽ, നേഴ്സിംഗ് അങ്ങനത്തെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് MBBS ഒഴിച്ചിട്ട് വരുന്ന മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ നമ്മൾ LBSൽ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ മാർക്കും ഡീറ്റെയിലും കാര്യങ്ങളും വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിനകത്തിൽ അഗ്രിഗേഷൻ ഉണ്ടെങ്കിൽ 1, 2, 3 അലോട്ട്മെന്റുകള്, സ്പോട്ട് അലോട്ട്മെന്റ്, ആ ഒരു രീതിയിൽ നിങ്ങളുടെ +2 നിങ്ങൾ എങ്ങനെ അഡ്മിഷൻ എടുത്തോ അതേ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു കേസ് പോകുന്നത്. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾക്ക് ഇതിൽ അലോട്ടഡ് ആവാത്തവര് ഒന്നെങ്കിൽ പ്രൈവറ്റ് മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി മാനേജ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സീറ്റുകളുണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഡൊണേഷനുകളും ഒക്കെ കൊടുത്തെടുക്കാൻ പറ്റുന്ന പ്രൈവറ്റ് മാനേജ്മെന്റ് കോഴ്സ് സീറ്റുകളുണ്ട്. ആ കേസുകളിലൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്മിഷൻസും കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഔട്ട്സൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലോട്ട് നോക്കേണ്ടി വരും. അപ്പം ഈ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കണം. അതായത് നിങ്ങളുടെ ഒരു കുട്ടി 85 to 95 അല്ലെങ്കിൽ 80 to 95 ഇതിനകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കും, ഓക്കെ ഇത്രയല്ലേ ഉള്ളൂ, അപ്പം കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന രീതിയിൽ നിൽക്കും. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള എൻട്രൻസോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് കോളേജുകളോ ഒന്നും നോക്കാതെ LBS മാത്രം നോക്കി നിൽക്കും. നിങ്ങൾക്ക് അവസാനം കിട്ടിയില്ല എന്നൊരു സിറ്റുവേഷൻ വരുന്നത് ഒരു സെപ്റ്റംബർ ടൈമെങ്കിലും ആവും. ആ ടൈമിലോട്ടൊക്കെ ആയിരിക്കും തീരുമാനമാണ്. അപ്പം ഔട്ട്സൈഡ് ഉള്ള കോളേജുകളിലോട്ടൊക്കെയുള്ള
സീറ്റുകളും കാര്യങ്ങളും എല്ലാം കമ്മിയാവും. മീൻസ് അത് ഇല്ലാണ്ടാവും. പിന്നെ വളരെ കുറച്ച് തുച്ഛമായ കോളേജുകളിൽ മാത്രമേ സീറ്റ് കാണുള്ളൂ. ആ കോളേജുകളൊന്നും അത്ര നല്ല ഓപ്ഷനും ആയിരിക്കില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ ആ കുട്ടിയുടെ ഒരു വർഷം നഷ്ടപ്പെടും. ഇത് ഒരുമാതിരിപ്പെട്ട പേരൻസിനൊന്നും മനസ്സിലാവില്ല. കാര്യം എല്ലാവരുടെയും മനസ്സിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. കേരളത്തിൽ പഠിച്ചില്ലെങ്കിൽ വെളിയിലോട്ട് പഠിക്കാൻ പോകുന്നത് എന്തോ വലിയ കുറവാണ്. അങ്ങനെ ചിന്തിക്കുന്നതാണ് ഒരു ഭൂരിഭാഗം പേരൻസും അല്ലെ കുട്ടികളും. അത് ഒരു തെറ്റായ ഒരു ധാരണയാണ്. കാര്യം ഇവിടെ പ്രോപ്പറായിട്ട് എക്സാംസ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. 4 വർഷത്തെ കോഴ്സ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 4.5 വർഷം അടുപ്പിച്ചൊക്കെയാണ് അവർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വെളിയിലോട്ട് ഇറങ്ങുന്നത്. അങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളും നിലവിൽ ഇവിടെ ഉണ്ട്. അതൊരു വലിയൊരു പ്രശ്നമാണ്. നിങ്ങളുടെ കുട്ടിയുടെ ചാൻസ് തന്നെ മാറും. പിന്നെ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളും ഒന്നും പൊതുവെ കിട്ടത്തില്ല. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ കിട്ടത്തില്ല. ഔട്ട്സൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അതാത് കൺട്രികളിലെ എക്സാം അല്ലെങ്കിൽ IELTS OET പോലുള്ള എക്സാംസോ കാര്യങ്ങളോ ഒക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് അവർ കയറി പോവുകയും ചെയ്യും. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ് ലാഗ് ആയതും താമസിച്ചു വരുന്നതും ഒക്കെ. ഒന്ന് ചുറ്റിനും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ടും നിങ്ങളിപ്പോ ഗവൺമെന്റ് അലോട്ട് ചെയ്യുന്ന ഫീസും കൊടുക്കുകയും വേണം. അതേപോലെ തന്നെ താമസിക്കാൻ എടുക്കാനുള്ള ഫീസും കാര്യങ്ങളും കൊടുക്കുകയും വേണം. ഇനിയും ഡൊണേഷൻ കൊടുത്തിട്ടാണെങ്കിൽ വെളിയിൽ എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പൈസ ആവുകയും ചെയ്യും. എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് വലിയൊരു ഒരു മാറ്റമോ കാര്യങ്ങളോ ഒന്നും ഇവിടെ പഠിക്കുന്നത് കൊണ്ട് കിട്ടുന്നില്ല. കാര്യം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 അല്ലെ 15,000 രൂപയ്ക്കുള്ളൊന്നും ഒരു നേഴ്സിന് കിട്ടുന്നില്ല. 10,000 പോലും പലർക്കും കിട്ടുന്നില്ല. പിന്നെ എന്ത് മഹിമയാണ്, എന്ത് കണ്ടിട്ടാണ് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ചില പേരൻസ് എന്നോട് പറയും, അത് എന്റെ കുട്ടി അടുത്തല്ലേ, അടുത്തുണ്ടാവും എന്നൊരു വിശ്വാസമല്ലേ, അല്ലെ നമുക്കറിയാവുന്ന സ്ഥലമല്ലേ, ഇങ്ങനൊക്കെ പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നേഴ്സിംഗ് കോളേജുകൾ, അതിപ്പോ ഗവൺമെന്റ് കോളേജുകളാണെങ്കിൽ കുട്ടികളെ ഹോസ്റ്റലിൽ മാത്രം നിർത്തിയാണ് പഠിപ്പിക്കുന്നത്. അതിപ്പം ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാ കോളേജുകളും അങ്ങനെയാണ്. ഹോസ്റ്റലിൽ മാത്രം നിർത്തിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഹോസ്റ്റലിൽ നിർത്തി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരാ ഒരു ഇതിനകത്ത് ക്യാമ്പസിനകത്ത് തന്നെ ആയിരിക്കും വരുന്നത്. അവർക്ക് വല്ലപ്പോഴും ലീവ് ഉള്ളപ്പോൾ മാത്രമേ വെളിയിലോട്ട് ഇറങ്ങാനോ എടുക്കാനോ ഒക്കെ പറ്റുള്ളൂ. പിന്നെ എന്ത് വ്യത്യാസം? പിന്നെ ഇവർക്ക് നമുക്ക് അവിടെ വരെ പോകാനുള്ള നമ്മുടെ മടിയൊക്കെ തന്നെ അതാണ് കാരണം. പിന്നെ പിള്ളേര് വഴിതെറ്റാനും എടുക്കാനും എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള ബാംഗ്ലൂരിനെ പറ്റിയിട്ടാണ്. ഇത്രയും പ്രശ്നം ബാംഗ്ലൂരിന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. കാര്യം പണ്ട് എപ്പോഴും ഉണ്ടായ പണ്ട് അവിടൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ഉള്ളത് അവിടെ ഇല്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ആരുടെയൊക്കെയോ മിഥ്യാധാരണകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടിട്ടാണ് കുട്ടികളുടെ നല്ല നല്ല ചാൻസുകൾ ഇല്ലാതാവുന്നത്. ഞാൻ ഒരിക്കലും ഇവിടുത്തെ അക്കാഡമിക്ക് മോശമാണെന്നോ അല്ലെങ്കിൽ ഇവിടെ എടുക്കണ്ടെന്നോ ഒന്നും അല്ല പറയുന്നത്. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് കളയുന്ന സമയം നിങ്ങളുടെ കുട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം ഇല്ലാണ്ടാക്കി കളയും. അത് നാളെ തേച്ചാലും മായ്ച്ചാലും പോത്തില്ല. ആ കുട്ടി പഠിക്കാൻ പോകുന്ന സർട്ടിഫിക്കറ്റിലും നാളെ ജോലിക്ക് പോകുമ്പോഴും എല്ലാം ഈ ഒരു വർഷം ചോദ്യം ചെയ്യപ്പെടും. നല്ല നല്ല ജോലി മീൻസ് നല്ല നല്ല ജോലി കൊടുക്കുന്ന കമ്പനികളിലാണ്, അല്ലെ ഹോസ്പിറ്റലാണെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ഈ ഒരു വർഷം ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ നിങ്ങൾക്ക് ഒരു വലിയൊരു നഷ്ടമാവുകയും ചെയ്യും. അത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. പിന്നെ ഈ 60-70% മാർക്കുള്ള കുട്ടികൾ അവർക്ക് ഇവിടെ കിട്ടത്തില്ലെന്ന് ഉറപ്പാകുമ്പോഴേ അവർ നല്ല നല്ല കോളേജുകളിൽ ഏറ്റവും ചെറിയ ഫീസിൽ അവരവിടെ പോയി നിൽക്കും. മീൻസ് അവിടെ പോയി ആദ്യമേ അഡ്മിഷനും കാര്യങ്ങളും എടുക്കും, ഏറ്റവും ചെറിയ പൈസക്ക് എടുക്കും. പിന്നെ നമ്മൾ ഇതെല്ലാം തീരുമാനമാക്കിയിട്ട് അവസാനം ഇല്ലാത്ത പൈസ കൊടുത്ത് അവിടെ സീറ്റ് എടുക്കുമ്പോൾ 85% മാർക്കുള്ള നിങ്ങളുടെ കുട്ടി പഠിക്കുന്നത് ഇപ്പം 9 ലക്ഷം രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ മറ്റേ കുട്ടി പഠിക്കുന്നത് 7 ലക്ഷം രൂപയ്ക്കായിരിക്കും. 60-70% മാർക്കുള്ള ഈ അവസ്ഥയിലോട്ട് നിങ്ങൾ തന്നെ എത്തിക്കും. നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ കഴിവുള്ളത് ഒരു കുറവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ രീതിയിലോട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. ഇത് കണ്ട് മടുത്തു. കാര്യം എല്ലാ വർഷവും ഈ സീൻ കണ്ടിട്ട് ഓരോ പേരൻസിന്റെ ഓരോ കുട്ടികളുടെ ഈ അവസ്ഥ കണ്ടിട്ട് മടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടിക്ക് കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അവരുടെ +1 മാർക്ക് അവര് +2 എഴുതിയ ലെവലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കുട്ടിയുടെ നിലവിലെ സ്ഥിതി എന്താണ്, എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടേ എങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക.
നിങ്ങളോട് കൃത്യമായിട്ട് അതിനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് വേറൊരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല, മീൻസ് അത് പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്താം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇത് കണ്ട് മടുത്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളാം. നമ്പരും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ്, കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് സെക്ഷനിലും ചോദിക്കാം. എന്തിനാണേലും ഈ ഒരു കേസിൽ ഞാൻ ഉറപ്പായിട്ടും മറുപടി പറയുന്നതാണ്. അപ്പൊ വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.